$2200 കോടി അമേരിക്കയുടെ ഒരു MQ-4C ഡ്രോണെ ഹോർമോസ് കടലെടുക്കലേ ഇങ്ങനെ അങ്ങോട്ട് വീണുപോയി. പേടിക്കേണ്ട, ഇത് ഇറാൻ തള്ളിയിട്ടതൊന്നുമില്ല. ചെറിയ സാങ്കേതിക തകരാറുകൾ മൂലം 2500 കോടി രൂപ വരുന്ന അമേരിക്കയുടെ MQ-4C ട്രൈറ്റൺ ഡ്രോണാണ് കടലിലോട്ട് വീട് പോയിട്ടുള്ളത്. വീണിട്ട് 3-4 ദിവസങ്ങളായി തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ സൈഡിൽ നിന്ന് അതിനുള്ള കൺഫർമേഷൻ വന്നത്. ഏതായാലും ഇറാനൊന്നും ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ. ഞങ്ങളെ അങ്ങനെ തരം താത്താൻ പാടില്ല. ഇറാനൊന്നും ചെയ്തിട്ടൊന്നുമല്ല. അതറിയാണ്ട് അവിടെ എത്ര ഈ സാധനങ്ങൾ വീണൊന്നും ഇറാനൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും വെടിവെക്കും ഇങ്ങോട്ട് വെടിവെക്കും പരിപാടി, ഞങ്ങൾ പരസ്പരം വെടിവെക്കും. ഞങ്ങളുടെ സാങ്കേതിക തകരാറുകൾ മൂലം മാത്രം വീണ് പോയിട്ടുള്ള ഒരു 10-15 ഫൈറ്റർ ജെറ്റുകളും ഒരു 100 ഡ്രോണുകളും പിന്നെ കുറച്ച് കപ്പലുകളും പിന്നെ ചെറിയ ജെറാഡ് ഫോർഡ് പോലത്തെ അല്ലെങ്കിൽ USS എബ്രഹാം പോലത്തെ സ്ഥലത്തൊക്കെ ചെറുതായിട്ട് ഞങ്ങൾ തന്നെ പരസ്പരം ഇങ്ങനെ തീയിട്ടിട്ടും കത്തിച്ചിട്ടും കരിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ അങ്ങനെ കളിയാക്കാൻ നിൽക്കണ്ട. കളിയാക്കി കഴിഞ്ഞാലൊന്നും തളരുന്ന ആൾക്കാരല്ല ഞങ്ങൾ എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ല, ഇങ്ങനെ ഇടക്കിടക്ക് സാങ്കേതിക തകരാറുകൾ മൂലം ഇങ്ങനെ വീഴുന്ന ഈ ഐറ്റത്തിനാണോ നമ്മളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലെങ്കിൽ ഈ നമ്മുടെ ഷെയ്ക്കുമാർ ഇവൻ്റെയൊക്കെ ആശ്രയം താങ്ങി വാങ്ങുന്ന സാധനങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയേ ഉള്ളൂ. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസിലോട്ട് കിടക്കാം നമുക്ക്. വേറെ കുറച്ച് യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി കുറച്ച് പറയാനുണ്ട്. ഇന്നത്തെ ചില അപ്ഡേറ്റുകളാണ്. ഇന്ന് വന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഡ്രോണ്. അതായത് ഏകദേശം അമേരിക്കയുടെ അതീവ വില കൂടിയ MQ-4G ട്രൈറ്റൺ ഡ്രോണാണ് ഹോർമോസ് കടലിടുക്കിലോട്ട് എവിടോ ഒന്ന് സമീപത്ത് പതിച്ച് വീണതായിട്ടുള്ള സെൻട്രൽ കമാൻഡിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുള്ളത്. ഏകദേശം $240 ദശലക്ഷം, അതായത് $240 മില്യൺ ഇതിൻ്റെ പൈസ. ഏകദേശം 2000 കോടി രൂപേൻ്റെ മേലെ ആണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് നാവിക സേനയുടെ ഡ്രോണാണ്. ഏപ്രിൽ 9 മുതലാണ് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോയത്. പേർഷ്യൻ ഗൾഫിലെ നിരീക്ഷണ ദൗത്യത്തിലായിരുന്നു ഈ ഡ്രോണ് 10 കൂടി തകർക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തോട്ട് വരുന്നത്. അപ്പം ഈ ഡ്രോണ് ഇങ്ങനെ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ, ആ ഡ്രോൺ അവിടെ നിൽക്കട്ടെ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. ഏതാണ്ട് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള 20 ഡ്രോണുകൾ മാത്രമേ നിലവിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള ഡ്രോണുകൾ 20 തന്നെ ഉള്ളൂ. അതിൽ ഒന്നാണ് ഇപ്പം വീണതായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുള്ളത്. ഇനി ഇതിന് സാങ്കേതിക തകരാറുകളോ എൻജിൻ തകരാറുകളോ മൂലമാകാം ഇത് വീണത് എന്നും ഇറാൻ്റെ IRGCയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഇറാൻ സേനയുടെ സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നിട്ടില്ല എന്നും കൂടെ അമേരിക്ക ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമ്മൾ വിശ്വസിച്ചു, നമ്മളൊന്നും പറയുന്നില്ല, നീ ടെൻഷൻ അടിക്കേണ്ട. ഇനി ഇറാൻ്റെ മറ്റ് ചില കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഹോർമോസ് കടലിടുക്കിലൂടെ പോയിട്ടുള്ള ചൈനയുടെ 2 കപ്പലുകൾ തിരിച്ചു വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. റിച്ച് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലും അതുപോലെ തന്നെ അമേരിക്കയുടെ മറ്റൊരു കപ്പൽ ക്വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലുമാണ് US പ്രതിരോധം കാരണം, അതായത് ഹോർമോസ് ക്രോസ് ചെയ്ത് വന്ന് US പ്രതിരോധം കാരണം അവർക്ക് കംപ്ലീറ്റ്ലി അത് ക്രോസ് ചെയ്ത് പോകാൻ പറ്റിയില്ല. അവർ തിരിച്ച് ഹോർമോസ് കടലിടുക്കിൻ്റെ പുറത്തോട്ട് തന്നെ തിരിച്ചു വന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ് ചൈനനെ ഇനി പ്രകോപിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇനി ചൈന നേരിട്ട് യുദ്ധത്തിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. ഇറാൻ സ്വസ്ഥമായിട്ട് കുറച്ച് നേരം മാറിയിരിക്കാം, ചൈന തുടങ്ങട്ടെ ഇനി യുദ്ധം. ഇല്ലെങ്കിൽ ഇറാൻ സമ്മതിച്ചു, അമേരിക്ക ഇപ്പോൾ സമ്മതിക്കാത്തത്. അതിലെ ഒരു നയതന്ത്രം നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. ഇറാൻ ഒരു കുഴപ്പമില്ല, ഇറാൻ സമ്മതിച്ചു നിങ്ങൾ പൊക്കോളാം, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് നിങ്ങളൊന്നും ചെയ്യില്ല. അമേരിക്ക അവിടെ പോയി ബ്ലോക്ക് ചെയ്തു. ഇനി ചൈന എന്ത് നിലപാട് ഇതിലെടുക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ചൈന അമേരിക്കയ്ക്ക് സാഷ്ടാംഗം നമിക്കുകയോ അതല്ല ചൈന പറയാനുള്ള കാര്യങ്ങൾ ഇതുവരെ ചൈന വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് US-ഉം ചൈനയും തമ്മിലുള്ള തർക്കങ്ങൾ കൂടുതൽ മുറുകും. ചൈനയുടെ യുദ്ധത്തിലോട്ട് വലിച്ചിടേണ്ട അവസ്ഥ ചൈനയ്ക്ക് വരണം. അതാണ് ചൈനയിലേക്ക് പോകുന്ന കപ്പലുകളെ ഇത്തരത്തിൽ US തടഞ്ഞു കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സൈനിക തർക്കം വർദ്ധിക്കുകയുള്ളൂ. ഇറാൻ അപ്പം നോക്കി നിന്ന് കളി കാണും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള തിരിച്ചു വരവും പ്രശ്നങ്ങളും ചൈനയിൽ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ എണ്ണയുടെ വില കൂടാനും അല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങളുടെ വില കൂടാനും ഒക്കെയുള്ള കാരണമായി തീരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ നശിപ്പിക്കും എന്നാണല്ലോ മുന്നേ നമ്മുടെ ട്രംപ് എണ്ണൻ പറഞ്ഞിട്ടില്ല. അതായത് നശിപ്പിച്ചിട്ടൊന്നുമില്ല, ഉപരോധം ലംഘിച്ച് വന്ന കപ്പലുകൾ US പ്രതിരോധം കാരണം തിരിച്ചു പോകുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാണെങ്കിലും കളി കാണാൻ റെഡി ആയിട്ടിരുന്നോളൂ ഇറാനും, അതല്ലെങ്കിൽ ഈ കളി കാണുന്ന ബാക്കി എല്ലാവർക്കും. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടായി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഇനി അതല്ലാതെ ഇന്നത്തെ ചില അപ്ഡേറ്റുകൾ കാണിച്ചു തരാം. ഇതേ സമയത്ത് തന്നെ ഇറാൻ്റെ അലീസിയ എന്നും പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ പോർട്ട് ക്രോസ് ചെയ്തിട്ട് മറ്റൊരു കപ്പൽ കടന്നു പോയിട്ടുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ കപ്പലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. അതായത് വാർത്ത വന്നിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിൽ അലീസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ എണ്ണക്കപ്പൽ വിജയകരമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള
ഒരു വാർത്തയാണ്. ഉപരോധങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ആൾക്കാർ ഇതിനെ കണ്ടിട്ടുള്ളത്. അമേരിക്കയുടെ നാവിക ഉപരോധം നിലനിൽക്കുമ്പോഴും ഒരു എണ്ണക്കപ്പൽ തടസ്സങ്ങളില്ലാതെ കടന്നു പോകുന്നത് ഉപരോധം പൂർണ്ണമല്ലേ, അല്ലെങ്കിൽ വെറും ഒരു പേടിപ്പിക്കൽ മാത്രമാണോ എന്നാണ് ആൾക്കാരുടെ ചിന്ത വരുന്നത്. മറ്റ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് കപ്പലുകൾക്കുള്ള ഒരു സന്ദേശം കൂടെയാണ് ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ സ്ഥലങ്ങളിൽ കൂടെ ഈസി ആയിട്ട് നിങ്ങൾ കടന്നു പോകും, അവിടെ ഒരു അമേരിക്കക്കാരും ഒന്നും ചെയ്യില്ല എന്നും കൂടെയുള്ള ഒരു മെസ്സേജും കൂടെയാണ് കൊടുക്കുന്നത്. ഹോർമോസ് ദ്വീപിനും ലാരക് ദ്വീപിനും ഇടയിലുള്ള ഈ പാത ഇറാൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതായത് വാണിജ്യ കപ്പലുകൾക്ക് ടോളില്ലാതെ കടന്നു പോകാൻ കഴിയുന്ന ഒരു വഴി കൂടാണ് ഇത് ഈ അലീസിയ എന്ന് പറഞ്ഞിട്ടുള്ള കപ്പൽ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ സാഹചര്യത്തിൻ്റെ വിശകലനം വളരെ വ്യക്തമാണ്. നേരത്തെ ലഭിച്ച വിവരപ്രകാരം ഇറാൻ തങ്ങളുടെ മിഡ് ജെറ്റ് അന്തർവാഹിനികളും അതുപോലെ തന്നെ ചെറിയ മറൈൻ ബോട്ടുകളും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇത് US നാവികസേനയെ നേരിട്ടുള്ള ഇടപെടലിൽ നിന്നും ഒരു പരിധി വരെ പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നാണ് കാരണം പറയുന്നത്. കാരണം ഇറാൻ്റെ നമ്മൾ ഇന്നലെ പറഞ്ഞ സബ്മറൈൻസും കുറേ കാര്യങ്ങളും അവിടെ വിന്യസിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് പൂർണ്ണ സുരക്ഷ ഇറാൻ തന്നെ കൊടുക്കുന്നുണ്ട്. അവിടേക്ക് കയറി അമേരിക്ക കളിക്കാൻ ഒന്ന് പേടിക്കുന്നുണ്ട് എന്നാണ് പലരുടെയും ഒരു വിലയിരുത്തലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതേ സംഭവമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ചൈനയുടെ 2 കപ്പൽ തിരിച്ചു പോകുന്നു, ഇറാൻ്റെ കപ്പൽ കൂളായിട്ട് കടന്നു പോകുന്നു. അപ്പം ആലോചിച്ചാൽ മതി ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു അടി എന്തായിരിക്കും എന്ന് ഉള്ളത്. അലീസിയയുടെ ഈ ഒരു വിജയം മറ്റ് എണ്ണക്കപ്പലുകൾക്ക് ഉപരോധം മറികടക്കാൻ പ്രചോദനമാകും എന്നും ഇറാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല US അമേരിക്കൻ ടോപ്പേഴ്സ്, അതായത് അമേരിക്കൻ പട്ടാളക്കാരുടെ റെസിഗ്നേഷൻ്റെ എണ്ണം കൂടുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേട്ടപ്പോൾ വളരെ രസകരമായി തോന്നി. അങ്ങനെ ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. ഇനി ഇറാൻ്റെ വിദേശകാര്യ വക്താവ് ഇന്ന് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവായുധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ ലാസ്റ്റ്. ബാക്കി റെജീം ചേഞ്ചോ അതല്ലെങ്കിൽ അവർക്ക് നിന്ന് റെജീം ചേഞ്ച് കുഴപ്പമില്ല, അവർക്ക് ഇറാനെ സ്വതന്ത്രമാക്കേണ്ട അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ ഉൽപ്പാദനം സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അതിലൊക്കെ വിട്ട് അമേരിക്ക ലാസ്റ്റ് പിടിച്ചത് ഇറാൻ്റെ ഈ യുറേനിയം സമ്പുഷ്ടീകരണം. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വീണ്ടും ഇറാൻ്റെ വക്താക്കൾ പറഞ്ഞിട്ടുണ്ട്. ആണവോർജ്ജം സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഉപയോഗിക്കും, അത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇറാൻ്റെ ഒരു സ്വാഭാവിക അവകാശമാണ്. അത് മറ്റു രാജ്യത്തിന് വന്നിട്ട് തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല, എറിയാൻ പാടില്ല, ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു ഓപ്ഷനും നിങ്ങൾക്കില്ല. ഇനി ഈ അവകാശം ആരും ദാനം നൽകിയതല്ല. അതിനാൽ തന്നെ ഉപരോധം വഴിയോ യുദ്ധം വഴിയോ ഇത് എടുത്തു മാറ്റാം എന്ന് ഒരു അമേരിക്കക്കാരനും വിചാരിക്കേണ്ട എന്ന് പുള്ളി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെ പുള്ളി പറഞ്ഞിട്ടുള്ള NPT ഉടമ്പടിയുണ്ട്, അതായത് നോൺ പ്രൊലിഫറേഷൻ ട്രൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ട്. ഇത് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ബാധകമാകുന്ന ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടി പ്രകാരം ആണവായുധങ്ങൾ വ്യാപിപ്പിക്കുന്നത് തടയാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമാണ് ഇറാൻ ഇപ്പോഴും. ഇറാൻ ഇതിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ഈ ഉടമ്പടി പ്രകാരം സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദനം അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രമേ യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് ഇറാൻ പാലിച്ചു പോകുന്നുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെട്ടിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ പരമോന്നത രാജ്യത്തിൻ്റെ അവകാശമാണ്. ഇതിൽ ഒരു മറ്റ് രാജ്യങ്ങൾക്കും ഇടപെടാനുള്ള ഒരു കഴിവുമില്ല. ഇതൊരു അന്താരാഷ്ട്ര നിയമത്തിന് വിധേയമായിട്ടാണ് ഇറാൻ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സമാധാനപരമായിട്ടുള്ള ചർച്ചകളിൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ടും നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം കംപ്ലീറ്റ്ലി ഞങ്ങൾ തള്ളിക്കളയാണ്. 5 വർഷത്തെ ഇടവേള എന്ന് ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും 20 വർഷത്തെ ഇടവേള വേണം എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ അമേരിക്കനോട് വന്ന വഴി കണ്ട വഴി ഓടിക്കൊള്ളാനാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇവിടെ നടന്നതും ചർച്ചയുടെ സ്തംഭനമായിട്ട് അമേരിക്ക പറയുന്നത് ഈ ഒരു കാരണമാണ്. ഈ ഒരു കാരണം പറഞ്ഞിട്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ വരുന്നതെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഇറാൻ്റെ റിപ്ലൈയും ഇറാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യം ഇന്ന് അമേരിക്ക അല്ലെങ്കിൽ അതായത് നടക്കാൻ പോകും, നാളെ മറ്റന്നാളോ നടക്കാൻ പോകും എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ഒരു നയതന്ത്ര ചർച്ചയിലോട്ട് ഇതും കൊണ്ട് വരണ്ട, ഇത് ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് എന്നാണ് ഇറാൻ്റെ വക്താക്കൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഇറാൻ്റെ മിനിസ്ട്രി ഓഫ് ഇൻ്റലിജൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർ 34 അമേരിക്കൻ മൊസാദ് അല്ലെങ്കിൽ CIA മൊസാദ് ഏജൻറ്റുമാരെ അല്ലെങ്കിൽ സ്പൈകളെ 6 ഇറാൻ്റെ പ്രവിശ്യകളിൽ നിന്നായിട്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് തോക്കുകളും മറ്റ് പല രീതിയിലുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും അല്ലെങ്കിൽ സാറ്റലൈറ്റ് സൗകര്യങ്ങളും മെസ്സേജസ് പാസ് ചെയ്യാനും വെറും ചോർത്തി കൊടുക്കുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽസും അടക്കം 34 എണ്ണത്തിനെ പൊക്കിയിട്ടുണ്ട് ഇന്ന് ഇറാൻ്റെ സേന. ആ ഒരു വീഡിയോ ആണ് ഈ ക്ലിപ്പ് കാണുന്നത്. പിടിച്ചെടുത്തിട്ടുള്ള ഗണ്ണുകളുടെയും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളൊരു ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ഇന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുക ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഇന്നത്തെ ഒരു യുദ്ധത്തിനെ പറ്റി സംസാരിക്കാനുള്ളത്.
ഇനിയിപ്പം നാളെ അല്ലെങ്കിൽ ഏതൊക്കെ വിമാനങ്ങൾ താഴെ പോകുന്നുള്ളതോ അതല്ലെങ്കിൽ ഏതൊക്കെ കപ്പലുകൾ ഇറാൻ മുക്കിക്കളയും എന്നുള്ളതോ ഒക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രോണുകളാണ് ഇറാൻ്റെ പണി കിട്ടാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഏതാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ട് അതും കൂടെ താഴത്തൊന്ന് എഴുതി വിട്ടേക്കണം കേട്ടോ. ഞാൻ എല്ലാം വായിക്കാറുണ്ട്. ചില ചൊറിഞ്ഞ സംഘി കമൻറ്റുകൾക്കും അല്ലെങ്കിൽ കൃസംഘി കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് വെച്ച് ബാക്കിയുള്ള എല്ലാവരുടെ കമൻറ്റും വായിച്ചു പോകുന്ന കൂട്ടത്തിലാണ് ഇത് നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ടാണ് അതിന് റിപ്ലൈ കൊടുക്കാറുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം തരിക. അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ കുറേ ആൾക്കാർ ലൈവിനെ പറ്റി ചോദിക്കുന്നു, ലൈവ് എന്താ ചെയ്യാത്തത്? ലൈവ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഒരുപാട് മറ്റ് ചില കാര്യങ്ങളൊക്കെ ബിസി ആയതുകൊണ്ടാണ് ഈ ലൈവ് ചെയ്യാൻ പറ്റാതിരുന്നത്. നമ്മൾ അടുത്ത ദിവസം തന്നെ ലൈവ് തുടങ്ങുന്നതായിരിക്കും. എല്ലാ ദിവസങ്ങളും മാക്സിമം ലൈവ് അറ്റൻഡ് മീൻസ് ലൈവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി.